നമ്മൾ എണീറ്റ ഉടനെ നമ്മൾ ആദ്യമായിട്ട് 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുക, അതോടൊപ്പം തന്നെ ഒരു പഴം കഴിക്കുക. മാങ്ങ അതുപോലുള്ള ഈ പഴങ്ങളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മളത് കടിച്ച് പണ്ട് നമ്മൾ ചെയ്തിരുന്ന പോലെ തന്നെ കടിച്ച് നന്നായിട്ട് അത് വലിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു പഴവും വേവിച്ച് കഴിക്കാനും പാടില്ല. നേന്ത്രപ്പഴം അടക്കം ഏത് പഴമാണെങ്കിലും വേവിച്ച് കഴിക്കുമ്പോൾ ഒരുപാട് വൈറ്റമിൻസ് അതിന് നഷ്ടപ്പെടുന്നുണ്ട്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ജ്യൂസിനെ കുറിച്ചാണ്. ജ്യൂസ് കുടിക്കാമോ, അല്ലെ എന്തൊക്കെയാണ് നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് ഇന്നൊന്ന് പ്രതിപാദിക്കാം. നമ്മൾ എല്ലാവരും ജ്യൂസ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ശരിക്കും നമ്മൾ ജ്യൂസ് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. പലപ്പോഴും നമ്മൾ ജ്യൂസ് കഴിക്കുമ്പോൾ അത് അരിച്ചതിന് ശേഷമാണ് കഴിക്കാറ്. കാരണം നമ്മളൊരു ഫിൽറ്ററിൽ വെച്ചിട്ട് അതിൻ്റെ നമ്മൾ പറയും ചണ്ടി എന്ന്, ആ ചണ്ടി നമ്മൾ പുറത്തേക്ക് കളഞ്ഞിട്ട് ജ്യൂസിൻ്റെ ലിക്വിഡ് മാത്രം കഴിക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. ശരിക്കും ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു മെത്തേഡാണത്. കാരണം ജ്യൂസിൽ ഉള്ളതിലെ പ്രധാനപ്പെട്ട നമ്മളതിൻ്റെ ജ്യൂസിൽ അതിൻ്റെ ലിക്വിഡ്, അതിൻ്റെ ആ ദ്രവരൂപത്തിലുള്ള അംശം എത്ര ഉണ്ടോ അതേ ഇമ്പോർട്ടൻസ് ഉണ്ട് അതിലെ ഫൈബർ കണ്ടൻറ്റ് എന്ന് പറയുന്ന ഈ ബാക്കിയുള്ള ഭാഗങ്ങൾ. കാരണം അത് നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമുള്ള, അതായത് പല അസുഖങ്ങളെ തടഞ്ഞു നിർത്താനും നമ്മുടെ സുഖശോധനക്കും ഡൈജഷനും ഒക്കെ ഒരുപാട് റോള് ഈ ഫൈബർ കണ്ടൻറ്റിനുണ്ട്. പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെ പലപ്പോഴും നമ്മൾ ഈ വളരെയധികം വിദ്യാസമ്പന്നരാണ്, നമ്മളെല്ലാം അറിയാമെന്നുള്ള നമ്മളടക്കം എല്ലാവരും ചെയ്യുന്നത്. ഇനി അഥവാ ആ ജ്യൂസ് അടിക്കുന്ന നമ്മൾ പുറത്തുനിന്നൊരു ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് ഈ നമ്മൾ ചണ്ടി എന്ന് പറയും, ശരിക്കും അത് ചണ്ടിയല്ല, ചണ്ടി പറഞ്ഞാൽ ഒരു വേസ്റ്റാണത്. വേസ്റ്റല്ല, അതിൻ്റെ ആ പ്രധാനപ്പെട്ട ഭാഗം, അതിലെ സെഡിമെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളുണ്ടെങ്കിൽ പറയാം, എന്തോടോ നീ ഇത് ഈ ജ്യൂസ് ശരിക്ക് അരിച്ചില്ലേ, എന്തതിൽ കുറേ കച്ചറകളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അത്രക്ക് നമ്മൾ ആളുകൾ ഇതേക്കുറിച്ച് ബോധവാന്മാരല്ല. പലപ്പോഴും ആരും ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല, ആരും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. നമ്മൾ ജ്യൂസ് കഴിക്കുന്നതിലും ഏറ്റവും നല്ലത് പഴങ്ങൾ അതേപോലെ കഴുകി വൃത്തിയാക്കി നമ്മൾ അരിഞ്ഞ് കഴിക്കുക, അതായത് നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതിലും ബെറ്ററായിട്ടുള്ള മെത്തേഡ് മാങ്ങ അതുപോലുള്ള ഈ പഴങ്ങളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മളത് കടിച്ച് പണ്ട് നമ്മൾ ചെയ്തിരുന്ന പോലെ തന്നെ കടിച്ച് നന്നായിട്ട് അത് വലിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ ആദിമ മനുഷ്യൻ പഴങ്ങളും പച്ചക്കറികളൊക്കെ ആയിരുന്നു നമ്മളുടെ ഭക്ഷണം. നമുക്കൊരിക്കലും അന്ന് ടൂത്ത് ബ്രഷോ അല്ലെങ്കിൽ പിന്നെ പേസ്റ്റോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം. അന്ന് മനുഷ്യൻ്റെ ഈ പല്ലുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ നമുക്കറിയാം ഒരു ബ്രഷ് ചെയ്യുന്ന ഇഫക്റ്റാണ് ഒരു മാങ്ങ നമ്മൾ കടിച്ച് തിന്നുമ്പോൾ അതിൻ്റെ നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെ നമ്മൾ മാങ്ങ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലൊന്നും ഇനി പല്ല് തേച്ചില്ലെങ്കിൽ പോലും ഒരു പ്രശ്നം വരില്ല, ദിവസം നമ്മൾ രാവിലെയും വൈകുന്നേരമൊക്കെ ഓരോ മാങ്ങ കഴിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൽ ഒരു സെൽഫ് ക്ലീനിങ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ചില അത്തരം പഴങ്ങൾ, മാങ്ങ എന്ന് ഒരു ഉദാഹരണം പറഞ്ഞുള്ളൂ, അത് പഴങ്ങളൊക്കെ നേരെ കടിച്ച് ചവച്ച് കഴിക്കുകയാണെങ്കിൽ, പലപ്പോഴും അതിൻ്റെ തൊലിയടക്കം കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പലതും ചില ആളുകൾക്ക് ഇപ്പോൾ വയറുവേദന അതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചില മാങ്ങയിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടായിക്കോണമെന്നില്ല. മാങ്ങയ്ക്കാണെങ്കിൽ തൊലി അടക്കം കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ നേരെ കടിച്ച് നമ്മുടെ നാച്ചുറലായിട്ട്, അതാണ് ശരിക്കും നാച്ചുറലായിട്ടുള്ളത്. ജ്യൂസൊക്കെ നമ്മൾ പിന്നെ നാച്ചുറൽ അല്ല. ഇനി ആണെങ്കിൽ ഇനി നമ്മളത് ചെയ്യുകയാണെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ എല്ലാ ഇതും അതിൻ്റെ സെഡിമെൻറ്റ്സൊക്കെ അടക്കം കഴിക്കണം. അതേപോലെ തന്നെ പഴങ്ങൾ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കേണ്ടത് ഏറ്റവും പഴം കഴിക്കാൻ ഏറ്റവും നല്ല സമയം പ്രഭാതത്തിലാണ്. നമ്മൾ എണീറ്റ ഉടനെ നമ്മൾ ആദ്യമായിട്ട് 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുക, അതോടൊപ്പം തന്നെ ഒരു പഴം കഴിക്കുക. എന്ത് പഴം ആയിക്കോട്ടെ, അത് ഓരോ സീസണനുസരിച്ച് പഴങ്ങൾ വ്യത്യസ്തമായിരിക്കാം. നമ്മൾ 1-2 പഴങ്ങൾ കഴിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഒരിക്കലും നമ്മൾ ബെഡ് കോഫി കഴിക്കുക അല്ലെങ്കിൽ രാവിലെ ചായ കഴിക്കുക, അത് ഏറ്റവും നല്ലത്. നമ്മൾ ചായ കോഫിയൊക്കെ നമ്മൾ ദിവസം തന്നെ ഒഴിവാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത്. ഇനി കഴിക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 2 ചായ, അതും ഒരിക്കലും വെറും വയറ്റിൽ രാവിലെ എണീറ്റ് അതുപോലെ തന്നെ കിടക്കുന്ന സമയത്തും കഴിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ പഴങ്ങൾ നമ്മൾ ഒരു 3 നേരമെങ്കിലും കഴിക്കുക. രാവിലെ എണീറ്റ് ഉടനെ പഴങ്ങൾ കഴിക്കുക, അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം എന്തെങ്കിലും കഴിക്കുന്നതിന് മുമ്പ് കഴിക്കുക, രാത്രിയും കഴിക്കുക. അതിൽ വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി നമ്മൾ ശ്രദ്ധിക്കുക, പഴങ്ങൾ ആസച്ച് അതിൻ്റെ തനിമയോടെ കടിച്ച് വെട്ടിയിട്ടോ അല്ലെങ്കിൽ മുറിച്ചിട്ടോ
കഴിക്കുക. തനിമയോടെ കടിച്ച് തിന്നാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. നമ്മൾ വീട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് അത് ആസ്വദിച്ച് നമുക്ക് കഴിക്കാൻ കഴിയും. പുറത്തുനിന്ന് നമുക്ക് അങ്ങനെ കഴിക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല പഴങ്ങൾ അങ്ങനെ കഴിക്കാം, സലാഡായിട്ട് കഴിക്കാം. ഒരിക്കലും അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് പഴങ്ങൾ കഴിക്കരുത്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു പഴവും വേവിച്ച് കഴിക്കാനും പാടില്ല. നേന്ത്രപ്പഴം അടക്കം ഏത് പഴമാണെങ്കിലും വേവിച്ച് കഴിക്കുമ്പോൾ ഒരുപാട് വൈറ്റമിൻസ് അതിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും ജ്യൂസ് കടയിലൊക്കെ നമുക്ക് ഷെയ്ക്ക് അതുപോലുള്ള ഒരുപാട് സംഗതികളുണ്ട്, പുതിയ പുതിയ ഐറ്റംസ്. അതൊക്കെ പാല് ഫ്രീസറിൽ നിന്ന് വളരെ കട്ടിയായിട്ടുള്ള പാൽ, അതായത് 0 ഡിഗ്രിയിലാണ് അത് വരുന്നത്. പെട്ടെന്ന് എടുത്ത് ജ്യൂസ് അടിച്ച് തരുമ്പോൾ നമ്മളെ ശരീരത്തിൻ്റെ ആമാശയത്തിൽ ഒരു ഡിസോർഡർ ഉണ്ടാകുന്നുണ്ട്. കാരണം പെട്ടെന്ന് തന്നെ നമ്മളെ ശരീരത്തിൻ്റെ ഈ ഊഷ്മാവിൽ നിന്നും വളരെ കുറഞ്ഞതിൽ ഉണ്ടാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മളെ ദഹന ക്രമത്തെ ബാധിക്കും. അത്തരം ജ്യൂസുകൾ അത് കഴിക്കാതിരിക്കുക. ജ്യൂസ് പാല് മാത്രമല്ല, 0 ഡിഗ്രിയിൽ ഐസ് കൂടുതലായിട്ട് ഏറ്റവും നല്ലത് ടേസ്റ്റ് കുറയുന്നത് മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മുടെ വെള്ളത്തിൽ ആണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ ഫ്രീസ് ചെയ്തതോ അല്ലെങ്കിൽ തണുപ്പിച്ച വെള്ളത്തിലോ ജ്യൂസ് കഴിക്കാതിരിക്കണമെന്ന് ഏറ്റവും നല്ലത്. അതുകൊണ്ട് വേറെ ദൂഷ്യങ്ങളുണ്ട്. നമ്മുടെ കിട്ടുന്ന വൈറ്റമിൻസും ഇതൊന്നും കുറയില്ലെങ്കിലും നമ്മുടെ ആമാശയത്തിലെ ദഹന വ്യവസ്ഥയെ അത് പ്രതികൂലമായി ബാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമുക്കൊരു വളരെ ചെറിയ ഒരു ശ്രദ്ധ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. കാരണം നമ്മൾ ഭക്ഷണ കാര്യത്തിലൊക്കെ പലരും വളരെ അശ്രദ്ധമായിട്ടാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ ശ്രദ്ധ കൊണ്ട് നമുക്ക് വിലമതിക്കാനാകാത്ത ഒരുപാട് ഗുണങ്ങൾ, ഭക്ഷണക്രമങ്ങൾ നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് പലപ്പോഴും നമുക്ക് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ആരോഗ്യ പ്രവർത്തകനോ പലപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കില്ല. കാരണം പലപ്പോഴും അങ്ങനെ ഒരു സംഗതി മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥയിലായിരിക്കില്ല നമ്മൾ പലപ്പോഴും ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നത്. ഏതെങ്കിലും ഒരു ഡോക്ടറോട് നിങ്ങളത് ചോദിക്കുകയാണെങ്കിൽ ആ ഡോക്ടർ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഈ ഇത്തരം കാര്യങ്ങൾ ഭക്ഷണത്തിൽ ക്രമീകരിക്കുക. അതോടൊപ്പം നമ്മുടെ ആരോഗ്യം നമ്മൾ സ്വമേധയാ നമ്മൾ വർദ്ധിപ്പിക്കുക. നമ്മൾ അസുഖങ്ങൾ പിടിപെടാതിരിക്കാനുള്ള പ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാൻ പഴങ്ങളും കഴിക്കുക എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.